ഒരു പീഡന പരാതി കൂടി വരികയാണ്. സംവിധായകൻ ഒപ്പം ഇടതുപക്ഷത്തിന്റെ മുൻ MLA ആണ് PT കുഞ്ഞുമുഹമ്മദിന് എതിരെയാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ പരാതി. ആ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. IFFK സ്ക്രീനിങ്ങിനിടെ സംവിധായകൻ മോശമായി പെരുമാറി എന്ന പരാതിയിലാണ് ഇപ്പോൾ നിയമപരമായ നടപടി. AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചേർന്നത്. സ്റ്റെഫിൻ, ഇടതുപക്ഷത്തിന്റെ ഒരു സാംസ്കാരിക മുഖമായിരുന്നു ദീർഘകാലം PT കുഞ്ഞുമുഹമ്മദ്. ഗുരുവായൂർ നിയമസഭാംഗമായിരുന്നു. നിരവധി പ്രധാനപ്പെട്ട സിനിമകളുടെ സംവിധായകനുമാണ്. ഇയാൾ ആരോട് എങ്ങനെ മോശമായി പെരുമാറി എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ FIR വരുന്നത്. രതീഷ്, IFFKയുടെ സിനിമ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് അപമര്യാദയെ പെരുമാറി എന്നുള്ളതാണ് ആ ജൂറിയിലെ തന്നെ അംഗമായിട്ടുള്ള സ്ത്രീ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുക, ലൈംഗിക അതിക്രമം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ ഹോട്ടലിലേക്ക് സ്ക്രീനിങ്ങിന്റെ ഭാഗമായി വിളിച്ചു വരുത്തി മോശമായി പെരുമാറുകയായിരുന്നു, കടന്നു പിടിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ പരാതിയിൽ ഉള്ളത്. ഏതായാലും ഇനി എന്ത് നടപടി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം ഈ IFFKയുടെ സിനിമ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ കൂടിയാണ് PT കുഞ്ഞുമുഹമ്മദ്. CPMന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 96-ലും 94-ലും ഒക്കെ അദ്ദേഹം MLA ആയിരുന്നു. CPM സഹയാത്രികനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം CPMന്റെ ഒരു സാംസ്കാരിക മുഖം കൂടിയാണ്. അങ്ങനെ ഒരു ആൾക്കെതിരെയാണ് ഒരു ലൈംഗിക അതിക്രമ പരാതി ഉയരുന്നത്. എന്ത് നടപടി അക്കാര്യത്തിൽ വരും എന്നുള്ളത് കാണണം. പ്രത്യേകിച്ചും നാളെ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു വിധി കൂടി വന്ന പശ്ചാത്തലത്തിൽ എന്ത് നടപടി അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒരു മാസം മുമ്പായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം. തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടൽ വെച്ച് അപമര്യാദയെ പെരുമാറി. അതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കാണ് ഈ സ്ത്രീ പരാതി നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസിലേക്ക് പരാതി കൈമാറുകയായിരുന്നു. ഇന്നാണ് ഈ പരാതി കൈമാറ്റം ചെയ്യപ്പെട്ടത്. ഇന്ന് തന്നെയാണ് ആ കേസെടുത്തത്. ഒരാഴ്ചയെ പരാതി അവിടെ ഉണ്ടല്ലോ. നിയമപരമായ പരിശോധനകളുടെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ കേസിലേക്ക് പോയത്? ഏതായാലും ഇന്നാണ് FIR ഇട്ട് ഏതായാലും അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഈ പരാതി നിഷേധിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഈ ഒരു അതിക്രമം, ഈ ഒരു പരാതി ഉയർന്നുവെങ്കിൽ പോലും പോലീസിലേക്ക് വന്ന് ഇത് FIR ഇട്ടത് ഈ അടുത്ത ഇടയ്ക്കാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് കുറച്ചുനാൾ മുമ്പായിരുന്നു ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ എത്തിയ സ്ത്രീയോട് അവിടെ വെച്ച് അപമര്യാദയായി പെരുമാറി. അതിനെ തുടർന്ന് അവർ അപ്പോൾ തന്നെ പ്രതികരിച്ചു. പിന്നീട് മടങ്ങിപ്പോവുകയും മുഖ്യമന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകുകയുമായിരുന്നു. ശരി, PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഇപ്പോൾ ഒരു പീഡന പരാതി വരികയാണ്. സംവിധായകൻ, ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക മുഖം, മുൻ MLA, അദ്ദേഹത്തിനെതിരെയാണ് ഒരു പരാതി ചലച്ചിത്ര പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത്.